ഈശോമിശിഹായ്ക്ക് നമ്മളിന്ന് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 66-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇത് 2-ാമത്തെ വാല്യത്തിൻ്റെ 6-ാമത്തെ ഭാഗവുമാണ്. ഇവിടെ നമ്മൾ പ്രതിപാദന വിഷയമാക്കുന്നത് 2-ാമത്തെ വാല്യത്തിലുള്ള 50-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഭാഗങ്ങളാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഈശോയുടെ ശിഷ്യന്മാരായിട്ട് യോഹന്നാനെയും ജെയിംസിനെയും തിരഞ്ഞെടുത്തു. അതിനുശേഷം പത്രോസിനെയും അന്ത്രയോസിനെയും തിരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈശോയ്ക്ക് 4 ശിഷ്യന്മാരുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന 2 ശിഷ്യന്മാരെ കൂടി ഈശോ തിരഞ്ഞെടുക്കുകയാണ്. ഫിലിപ്പും നഥാനിയേലും. നഥാനിയേലിന് സുവിശേഷത്തിൽ കൂടുതലും ബർത്തമയോസ് എന്നാണ്, ബർത്തലോമിയ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് ശ്രദ്ധിക്കാം. നമുക്കറിയാം, ഈശോ ആദ്യം പോയി ഒരു അതിഥിയുടെ വീട്ടിൽ കഫർനാമിൽ അവിടെ നിന്ന് പ്രസംഗിക്കുകയും എല്ലാം. ആ സമയത്താണ് പത്രോസുമൊക്കെ വന്ന് ഈശോയെ കാണുന്നത്. പത്രോസിൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് ഈ കഫർനാമിൽ നിന്ന് ബെത്സയിദയിലേക്ക് വരികയാണ്. അവിടുത്തെ പ്രതിപാദനം അനുസരിച്ച് ഒരു രാത്രിയുടെ നടപ്പ് ദൂരമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈശോ യോഹന്നാനും ഒന്നിച്ച് അങ്ങനെ ആ ബെത്സയിദയിൽ രാവിലെ എത്തുന്നു. ഈശോയെ സ്വീകരിക്കുവാൻ പത്രോസിനും കൂട്ടുകാർക്കുമൊക്കെ വലിയ സന്തോഷമാണ്. ഈശോയ്ക്ക് കൊടുക്കേണ്ടതെല്ലാം ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഏറ്റവും ഭംഗിയായി തരുന്നു, ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് തരാൻ പറ്റില്ല, കാരണം നിങ്ങളെല്ലാം സ്നേഹത്തോടെയാണ് തരുന്നത്. ആ സ്നേഹത്തിലുപരിയായി ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, വലിയ ആഡംബരമോ ഒന്നുമല്ല, സ്നേഹത്തോടെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈശോ അവിടെ പ്രാർത്ഥിക്കുവാനും വിശ്രമിക്കുവാനും പത്രോസിൻ്റെ ഭവനത്തിൽ തന്നെ മട്ടുപ്പാവിൽ പോവുകയാണ്. അവിടെ ഈശോ പ്രാർത്ഥിച്ചു, അല്പം വിശ്രമിച്ചു. അതിനുശേഷം കുട്ടികൾ തെരുവിൽ കളിക്കുന്നത് കണ്ട് അവരുടെ അടുത്തേക്ക് പോവുകയാണ്. ഈശോയുടെ സ്വഭാവവിശേഷം ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവസരങ്ങളാണ്. ആ കുട്ടികളുടെ അടുത്ത് ചെന്നു. അവരിൽ ഒരാളെ പോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ അവർ ഈശോയുടെ അടുത്ത് പറയുകയാണ്, ഞങ്ങൾ കളിക്കുകയാണ്. ഈശോ വീണ്ടും അവരെ പോലെ നിങ്ങൾ എന്താണ് കളിക്കുന്നത്? അപ്പോൾ അവർ 11 പേരും പറയുന്നത്, ഞങ്ങൾ യുദ്ധം പരിശീലിക്കുവാൻ കളിക്കുകയായിരുന്നു. പക്ഷേ അവരിൽ യോവേൽ എന്ന് പറയുന്ന ആ ബാലൻ അവൻ അതിനാഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മീൻപിടുത്തമാണ് പഠിക്കുന്നത്, കളിക്കുന്നത്. അപ്പം അങ്ങനെ അവരുടെ കൂടെ കൂടി. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എല്ലാം നൽകി, പക്ഷേ യുദ്ധം, വെറുപ്പ്, വിദ്വേഷം ഇതെല്ലാം മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. ദൈവം സ്നേഹം മാത്രം, കണ്ണും കാതും ചെവിയും കൈയും കാലും അതുപോലെ തന്നെ എല്ലാം സൃഷ്ടിച്ചത് സ്നേഹത്തെ പ്രതിയാണ്. വെറുപ്പും വിദ്വേഷവും പിശാചിൻ്റെ സൃഷ്ടി, അതാണ് യുദ്ധം. വിഘടിത മനോഭാവം ഇത് നിങ്ങളിൽ ഉണ്ടാവരുത്. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ, നിനക്ക് കൂടുതൽ സഹായം കിട്ടുന്നത്, അപ്പോൾ നിങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കും. നിങ്ങൾ കള്ളത്തരം പറയില്ല, വഴക്കുണ്ടാക്കില്ല, അപ്പോൾ നിങ്ങളുടെ യാത്ര സ്വർഗത്തിലേക്കുള്ളതായിരിക്കും. ഇതാണ് സ്നേഹത്തിൻ്റെ പ്രമാണം. എന്നിട്ട് ആ പിള്ളേരോട് ചോദിക്കുവാണ്, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ കൽപ്പന എന്താണ്? അവർ 11 പേരും ഒന്നിച്ച് പറയുകയാണ്,
പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക. ഈശോ അവരെ പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. യോവേൽ എന്ന് പറയുന്ന ആ ബാലൻ, അവനാണ് ആ കൂട്ടത്തിൽ ഏറ്റവും മിടുക്കൻ. അവനോട് പറയുകയാണ്, ബലഹീനർ ആഹ്ലാദിക്കട്ടെ, ബലഹീനർ ശക്തരാണെന്ന് ബോധ്യം വരട്ടെ. കാരണം മനുഷ്യൻ്റെ ബലഹീനത ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കുവാനുള്ള ഒരു മാധ്യമമാണ്. നമ്മൾ എത്രയോ ബലഹീനരാണെന്ന് സ്വയം ബോധ്യം വരുന്നു, അപ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വരുന്നത്. ആ കൊച്ചുകുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ കൂടെ ഈ 11 ബാലന്മാർ നിൽക്കുന്നത് കണ്ട് ഫിലിപ്പ് അവരുടെ അടുത്തോട്ട് കടന്നു ചെല്ലുകയാണ്. ഈശോ കാണുന്നില്ല എന്ന് വിചാരിച്ച് ശ്രദ്ധിക്കുമ്പോൾ ഈശോ തിരിഞ്ഞ്, ഫിലിപ്പ്, നീ എന്തിന് ഇങ്ങോട്ട് വന്നു? അങ്ങനെ ഫിലിപ്പിനെ, ഒരിക്കലും കാണാത്ത ഫിലിപ്പിനെ പേര് പറഞ്ഞ് അഭിസംബോധന ചെയ്യുമ്പോൾ തന്നെ ഫിലിപ്പ് ഞെട്ടുകയാണ്. നിന്നെ ഞാൻ എൻ്റെ ശിഷ്യനായി സ്വീകരിച്ചിരിക്കുന്നു, കാരണം നീ ആത്മാർത്ഥതയുള്ളവനാണ്, സത്യസന്ധതയുള്ളവനാണ്. അപ്പോൾ ഫിലിപ്പ് പറയുന്നു, ഞാനും ബലഹീനനാണ് ദൈവമേ, പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, രക്ഷകന് വേണ്ടി, മിശിഹായിക്ക് വേണ്ടി. ഈശോ പറയുന്നു, എന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. നിനക്കതുപോലെ മറ്റൊരു സ്നേഹിതനുണ്ട്, അവനും നിഷ്കളങ്കനായ ആത്മാർത്ഥതയുള്ള ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ, അവനെയും നീ വിളിക്കുക. അപ്പം അങ്ങനെ നഥാനിയേലിനെ, അല്ലെ ബർത്തലോമയായെ ഒന്നിച്ചു കൂട്ടുകയാണ്. ഇവരെ രണ്ടുപേരെയും ഇവരേറ്റു പറയുന്നുണ്ട്, അങ്ങ് ഞങ്ങളുടെ ഗുരുവും രക്ഷകനും ദൈവവുമാണ്. ഇത് കഴിഞ്ഞ് ഈശോ പഠിപ്പിക്കുവാൻ വേണ്ടി പോവുകയാണ്. ആ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് ഈശോ തിരഞ്ഞെടുക്കുന്ന 2 ഭാഗങ്ങൾ: സന്മനസ്സുള്ളവർക്ക് സമാധാനം, അതുപോലെ തന്നെ വചനം. ആ വചനത്തിൻ്റെ ആ തനിമയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഈ 2 പ്രമേയങ്ങളാണ് ഈശോ അവിടെ വളരെ സരളമായി പറയാൻ ആഗ്രഹിക്കുന്നത്. ഈശോ പറയുന്ന സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് ഈശോ പറയുമ്പോൾ ഈശോ പറയുന്നത് നമ്മളെല്ലാം ബലഹീനരാണ്, നമ്മളിലെല്ലാം കുറവുകളുണ്ട്. ഈ കുറവുകളെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാനുള്ള ആ മനോഭാവത്തിനെയാണ് സന്മനസ്സെന്ന് പറയുന്നത്. ഇതില്ലെങ്കിൽ നമ്മൾ പരസ്പരം പഴിചാരും, കുറ്റം ചുമത്തും. നമ്മുടെ തെറ്റുകൾ നമ്മുടെ ഉള്ളിൽ കൂടുതൽ വർദ്ധിച്ചു വരും. ഞാൻ വചനവുമായി വന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. നല്ലവർക്ക്, സത്യസന്ധർക്ക് വളരെ സന്തോഷത്തോടെ ആ വചനം നൽകുമ്പോൾ, സത്യസന്ധത അല്ലാത്തവർക്ക് ദുഃഖത്തോടു കൂടിയാണ് വചനം നൽകുന്നത്. പാപികൾക്ക് കരുണയോടെ വചനം നൽകുന്നു. അതുപോലെ രോഗികളും ആകുലരും വ്യാധിയുള്ളവരും ആയിട്ടുള്ളവർക്ക് അവരെ മോചിപ്പിക്കുവാൻ വേണ്ടി ആ വചനം തരുന്നു. മരിച്ചവർക്ക് പുനർജീവൻ കൊടുക്കുവാൻ വേണ്ടി ആ വചനം തരുന്നു. ഈ വചനത്തിൽ കൂടി ഈശോ 10 കൽപ്പനയിലേക്ക് പോവുകയാണ്. ആ 10 കൽപ്പന വചനത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള സംഗതി തന്നെയാണ്. ആ 10 കൽപ്പനയിൽ ഓരോന്നും പറയുന്നത് കൂട്ടിച്ചേർത്ത് നമ്മൾ വായിച്ചാൽ നമുക്കറിയാം, അത് സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ്. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുക. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി പ്രാർത്ഥന, ഞായറാഴ്ചകളും മറ്റു തിരുനാളുകളുമെല്ലാം മാതാപിതാക്കളെ ബഹുമാനിക്കുക, കള്ളത്തരം പറയാതിരിക്കുക, മോഷ്ടിക്കാതിരിക്കുക, വ്യഭിചാരം ചെയ്യാതിരിക്കുക, കള്ളസാക്ഷ്യം പറയാതിരിക്കുക, അന്യൻ്റെ മുതലും ഭാര്യയും ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. ഇതെല്ലാം ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയിൽ ഉൾക്കൊള്ളുന്നു. അതാണ് ഈശോ പറയാൻ ആഗ്രഹിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വചനം കൽപ്പനകൾ നൽകിയപ്പോൾ അത് സരളമായിരുന്നു.
അത് പ്രാവർത്തികമാക്കുവാൻ വളരെ എളുപ്പമുള്ളതായിരുന്നു. പക്ഷെ പിന്നീട് വക്രബുദ്ധികൾ ധാരാളം നിയമങ്ങൾ അതിനോട് ചേർത്ത് അതിലുള്ള അന്തസ്സത്തെ ചോർത്തിക്കളഞ്ഞ് പലതും വികലമാക്കി. ഇവിടെയാണ് ഈശോ ഒരു പുനഃസൃഷ്ടി. ഈശോ പറയുന്നത് ആ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 26-ാം വചനത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ഛായയിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച ആ മനുഷ്യനിലേക്കുള്ള ഒരു തിരിച്ചു വരവ്. അതിനുവേണ്ടിയാണ് ഈശോ ശ്രമിക്കുന്നത്. ഈശോ പറയുന്നത്, നിങ്ങളിൽ കുറവുണ്ടവർക്ക് വേണ്ടി പോലുമാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ സന്മനസ്, സഹകരണം, അത് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെ ഈശോ പറയുന്നത് ആ തീർപ്പിൻ്റെ വിധിയുടെ താഴ്വരയിലേക്കല്ല, ആ മഹത്വത്തിൻ്റെ രക്ഷയുടെ മലമുകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. ഒരു സമയം വരും, അപ്പോൾ മറ്റൊന്നും പറ്റാത്ത സമയം. അതിനുവേണ്ടി പകലുള്ളപ്പോൾ നിങ്ങളെ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി, നിങ്ങളെ സന്തോഷത്തിൽ നിറയ്ക്കുവാൻ വേണ്ടി. അപ്പം ഇങ്ങനെ ഈശോ ഈ സന്മനസ്സിനെയും, അത് നമ്മുടെ ഭാഗമാണ്. നമ്മുടെ സന്മനസ് സഹകരണം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം നമ്മളിലേക്ക് നിറയുന്നു. ആ വചനത്തിൻ്റെ സ്പഷ്ടത, വ്യക്തത, സരളത, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള നമ്മുടെ ദാഹം, ഇതെല്ലാം വളരുന്നു. അങ്ങനെ ഈശോ 6 ശിഷ്യന്മാരുമായി ഈ ലോകത്തിലേക്ക് ആ വളരെ സരളമായ രീതിയിൽ കുട്ടികളെയും ബലഹീനരെയും എല്ലാം ശക്തമാക്കുവാനുള്ള ഒരു പുതിയ ചൈതന്യത്തിൽ, അന്നുവരെ ഇസ്രായേലിൽ കണ്ട ആ നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ആ കൽപ്പനകളുടെ, നിയമങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഈശോ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നമുക്കും ഒരു കൊച്ചുകുട്ടിയെ പോലെ, അല്ലെങ്കിൽ ബലഹീനരെ പോലെ, ഈശോയെ നീ ബലവാനാണ്, നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ ബലമുള്ളവരായി തീർന്നു. അതുപോലെ സ്നേഹത്തിൻ്റെ ആ കാഴ്ചയിൽ കൂടി എല്ലാത്തിനെയും കണ്ട് വ്യത്യസ്തമായ അനുഭവം, ഇതിനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.